സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. യേശു മാതാപിതാക്കളോടൊപ്പം മടങ്ങി. അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു എന്ന് ഇന്നലെ സുവിശേഷം പറഞ്ഞു വയ്ക്കുകയായിരുന്നു. ഇങ്ങനെ ദൈവഹിതത്തിന് അനുരൂപമായ വളർച്ചയുടെ ഒരു രേഖ ഇവിടെ തെളിയുന്നുണ്ട്. ആത്മീയ പക്വത പ്രാപിക്കലിൻ്റെ ഈ വൃദ്ധിരേഖ, ഗ്രോത്ത് കർവ് തന്നെയാണ് ഇന്നത്തെ 3 വായനകളും നമ്മുടെ മുൻപിൽ ആവിഷ്കരിക്കുന്നത്. 1 യോഹന്നാൻ 2:12 മുതൽ ശ്ലീഹ ഈ ആത്മീയ വളർച്ചയുടെ വിവിധ മാനങ്ങളെയും അടയാളപ്പെടുത്തുന്നുണ്ട്. കുഞ്ഞുങ്ങളെ, പിതാക്കന്മാരെ, യുവാക്കളെ എന്നൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മൾ ക്രിസ്തുവിൽ പ്രാപിച്ചിരിക്കുന്ന നവജന്മം, നമുക്ക് ക്രിസ്തുവിനെ പ്രതിയുള്ള അഗാധമായ അറിവും അനുഭവങ്ങളും അതിൽ നിന്നുളവാകുന്ന ആത്മീയ പോരാട്ടങ്ങളും, റീജനറേഷൻ, നോളജ്, സ്ട്രഗിൾ, ഇതാണ് യഥാക്രമം ഈ അഭിസംബോധനകളിലൂടെ ആവിഷ്കരിക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ ഹിതം കാക്കുന്നവൻ നിത്യം നിലനിൽക്കുന്നു. അങ്ങനെ നമ്മുടെ ജീവിതചാലുകൾ നിത്യതയുടെ ദൈർഘ്യം അവലംബിക്കുകയാണ്. നിത്യതയിലേക്ക് നമ്മൾ പങ്കുചേർക്കപ്പെട്ടിരിക്കുന്നു, ദൈവിക ജീവനിലേക്ക്, ഒരിക്കലും പുതുമ നഷ്ടപ്പെടാത്ത നിതാന്തതയിലേക്ക്, ആൻ ഇറ്റേണിറ്റി വിച്ച് ഈസ് എവർ ഫ്രഷ്. വിരസതയുടെ നിലയില്ലാ കയങ്ങളായിട്ടല്ല, നോട്ട് ആൻ ഇറ്റേണിറ്റി ഓഫ് ബോർഡം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 96 ഒരു പുതിയ കീർത്തനം എന്ന് പറയുന്നത്. ഉദ്യതരുടെ ഗീതമാണത്, ദ സോങ് ഓഫ് ദ റിസൺ വൺസ്. ദൈവത്തിൻ്റെ പഴയ വിശുദ്ധർ പോലും പുതിയ ഗീതങ്ങൾ ആലപിക്കുന്നു. അത് ലോകമാസകലം ദൈവമഹത്വത്തിൻ്റെ വിളംബരമായി മാറുകയും ചെയ്യുന്നു. ലൂക്ക 2:36 മുതൽ ഉണ്ണിയായ യേശുവിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഹന്ന എന്ന പ്രവാചിക അവനെ നോക്കി ഹൃദയം നിറയുന്നുണ്ട്. അവൾ സർവരോടും, പ്രത്യാശയിൽ കാത്തിരുന്ന സർവരോടും ദൈവമഹത്വത്തിൻ്റെ പരമപ്രകാശനമായ ഈ ശിശുവിനെക്കുറിച്ച് വാചാലയാകുകയും ചെയ്യുന്നുണ്ട്. അവളുടെ വളർന്നേറ്റങ്ങളുടെ ഒരു രേഖാചിത്രം കൂടി ഇവിടെ വരച്ചു ചേർക്കപ്പെടുന്നുണ്ട്. ബാല്യം, വൈധവ്യം, വാർദ്ധക്യം എന്തുതന്നെയായാലും, ഏത് ജീവിതാവസ്ഥയായാലും സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെയും പ്രത്യാശാ നിർഭരതയുടെയും നാൾവഴികളാണവ.